ഒരുക്കുകൂട്ടണം. ഈ വഴിക്കുള്ള സേവനത്താൻ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകും എന്നെല്ലാം ഈ വാക്യം പഠിപ്പിക്കുന്നത്. ശത്രു ആക്രമണത്തിന് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഇപ്പുറം അതിനേക്കാൾ വലിയ കോപ്പ് കൂട്ടൽ ആവശ്യമാണ്. ശത്രുക്കളിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കാനും അതുവഴി അവരുടെ ആക്രമണവാസന ദൂരീകരിക്കാനും ഇത് കൂടിയേ തീരൂ. ഇവിടെ കൃത്യവിലോപം കാണിച്ചാൽ ശത്രുക്കളുടെ ഐക്യത്തിനും നിഷേധത്തിനും ഊക്കുകൂടും. എന്നിട്ട് അദ്ദേഹം പശ്ചിമേഷ്യയിലെ ചില അന്നത്തെ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ പരാമർശിച്ചതിനു ശേഷം നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുന്നു. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രത്യക്ഷ ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. സായുധ വിപ്ലവമാണ് അവരുടെ ലക്ഷ്യം. അതിന് പരസ്യമായി തന്നെ അവർ ആയോധന പാഠവും നടന്നു. മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ ആയുധങ്ങളുമേന്തി പ്രകടനം നടത്തുന്നു. ആയുധ പരിശീലനത്തോടെയാണ് ഈ വർഗീയ കോമരങ്ങളുടെ പ്രവർത്തനം എവിടെയും ആരംഭിക്കുന്നത്. തക്കം കിട്ടുമ്പോൾ മുസ്ലിങ്ങൾ അവർ കൂട്ടായി ആക്രമിക്കാറുണ്ട്. താനൂരിലും കോട്ടക്കലും ഇപ്പോൾ കൊളത്തൂരും അവർ നടത്തിയ മുസ്ലിം വേട്ടകൾ നമ്മുടെ ഹൃദയത്തിൽ മായാത്ത മുറികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിരപരാധരും സമാധാനപ്രിയരുമായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ അവർക്ക് അശേഷം മടിയില്ല. വ്യക്തികളോടല്ല, മുസ്ലിം സമൂഹത്തോടും ഇസ്ലാമിനോടുമാണ് അവർക്ക് വൈരാഗ്യം. വളർന്നു വരുന്ന ഈ വിപത്തിനെ അവഗണിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. അവർ ആയോധന പാഠവം നേടുക, അത് നമ്മുടെ നേരെ പയറ്റുക, നാം അത് രണ്ടു കൈയും കെട്ടി സ്വീകരിക്കുക. ഈ നില തുടർന്നുകൂടാ. ആത്മസംരക്ഷണ വാസന സഹജമാണ് ആർക്കും. സാമൂഹ്യ വിദ്രോഹ ശക്തികൾ ആയുധ പരിശീലനം നേടുന്നതും മുസ്ലിങ്ങളിൽ ഭീതി ഉളവാക്കുമാർ പ്രകോപന പ്രകടനം നടത്തുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മറുവോടുകൂടിയാണ്. വിദ്രോഹ ശക്തികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങളും ആയുധ പരിശീലനം നേടാൻ നിർബന്ധിതരാകും. ഒരു കൂട്ടർക്കേ ഇത് പറ്റൂ എന്നില്ലല്ലോ. സമാധാനത്തിലും സാമുദായിക രഞ്ജിപ്പിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ്. പക്ഷെ ഈ മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം. തങ്ങളെ നശിപ്പിക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മന്ത്രം ഉരുവിട്ട് എല്ലാം അനുഭവിച്ചു കൊള്ളണമെന്ന് പറയുന്നത് കഷ്ടമാണ്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതുന്ന വിഡ്ഢികളുടെ തത്വശാസ്ത്രത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷമയും സമാധാനവാഞ്ചയുമാണ് വർഗീയ ഭ്രാന്തന്മാരിൽ ധൈര്യവും ആക്രമണവാസനയും വളർത്തിയത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷമയും സമാധാനവാഞ്ചയുമാണ് വർഗീയ ഭ്രാന്തന്മാരിൽ ധൈര്യവും ആക്രമണവാസനയും വളർത്തിയത്. മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനകം അവർ നടത്തിയ അക്രമങ്ങൾ അതിന് തെളിവാണ്. പക്ഷേ ക്ഷമക്കും ഒരതിരുണ്ട്. സമാധാനത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും പാത വൺവേ ട്രാഫിക് അല്ല. തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് താങ്ങാനാവില്ലെന്ന് ഉത്തരവാദപ്പെട്ടവർ ഓർക്കണം. ഇത് പ്രസിദ്ധീകരിച്ചത് NDF-ന്റെ ഒരു പ്രസിദ്ധീകരണത്തിലല്ല. ഇത് പറഞ്ഞത് NDF-ന്റെ ഒരു നേതാവല്ല. NDF രംഗത്ത് വന്നത് 1993 ശേഷമാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് 1967 കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ RSS അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇത് പറഞ്ഞത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള EK മൗലവി പത്രാധിപരായിട്ടുള്ള അൽമുർഷിദിന്റെ എഡിറ്റോറിയലിലാണ്. ഇതൊരു ഒരാളുടെ അഭിപ്രായമല്ല, ഒരാളുടെ ലേഖനമല്ല, ഒരു പ്രസിദ്ധീകരണത്തിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ അഭിപ്രായമാണ്. ഇതിൽ മാത്രമല്ല, അപ്പൊ ഇസ്ലാഹി സെന്ററിലൊക്കെ നമുക്ക് എപ്പോഴും ലഭ്യമായിട്ടുള്ള അമാനി മലയുടെ ഖുർആൻ പരിഭാഷ, ഖുർആൻ തഫ്സീർ, അതില് സൂറത്ത് ശൂറയുടെ 39-ാമത്തെ ആയത്ത് വല്ലദീന ഇദാ അസാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ, തങ്ങൾക്ക് വല്ലവരിൽ നിന്നും അക്രമം ബാധിച്ചാൽ രക്ഷാ നടപടി എടുക്കുന്നവരെ പറ്റി പറയുന്നിടത്ത് അമാനി മൗലവി 2947 പേജിൽ 10-ാം നമ്പർ നോട്ടിൽ പറയുന്ന കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അന്യരിൽ നിന്ന് അതിക്രമം നേരിട്ടാൽ സ്വയം രക്ഷാ നടപടിയെടുക്കൽ. അതായത് ആക്രമിക്കപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ഭീരുത്വവും ചപലതയും കാണിക്കാതെ ധീരവും സമർത്ഥവുമായ നിലയിൽ അതിനെ ചെറുക്കുകയും പ്രതികാര നടപടി എടുക്കുകയും ചെയ്യുക.